നാലുമണി വാർത്തയിലേക്ക് വിശദമായി. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷാ ഭീഷണിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷമുള്ള സാഹചര്യവും മറ്റ് സുരക്ഷാ ഭീഷണികളുമടക്കം ചൂണ്ടിക്കാട്ടുന്ന ADGPയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ചോർന്നത്. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേറാക്രമണം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ലഭിച്ച കത്തിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഭീഷണിക്കത്ത് അയച്ചത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. പ്രധാനമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുമെന്ന് കാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഒരാഴ്ച മുൻപ് ലഭിച്ച ഭീഷണിക്കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് മേധാവിയുടെ സമഗ്രമായ റിപ്പോർട്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്, മാവോയിസ്റ്റുകൾ, മറ്റ് മതമൗലികവാദ സംഘടനകൾ, PFI നിരോധനത്തിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം, പുൽവാമ സംഭവത്തിന്റെ പശ്ചാത്തലം, ഇതെല്ലാം ഭീഷണിയായി നിലനിൽക്കുന്നു. പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തിലുണ്ട്. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ തുടർന്ന് വിശദമാക്കുന്ന കാര്യങ്ങളാണ് വിവാദമായത്. പ്രധാനമന്ത്രിക്ക് സംസ്ഥാന പോലീസിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരമാണ് രണ്ടാം ഭാഗത്തിൽ പരാമർശിക്കുന്നത്. ഇവർ എവിടെയെല്ലാം ഡ്യൂട്ടി നോക്കണമെന്ന കാര്യവും റിപ്പോർട്ടിൽ വിശദമായി പറയുന്നു. സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യൻ നേവി നിയോഗിക്കുന്ന കപ്പലിന് സുരക്ഷിതത്വം വഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചോർന്നത് ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മൾ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടാവും. അതിനുവേണ്ടി എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം റിപ്പോർട്ട് നൽകി. മറ്റു പ്രധാന മേധാവികൾക്കും പകർപ്പ് ലഭ്യമാക്കി. പട്ടിക പുറത്തു വന്നത് വിവാദമായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരിൽ കുറെ പേരെ മാറ്റി നിയോഗിച്ചേക്കും. സുരേന്ദ്രന് കത്തയച്ചത് കൊച്ചിയിലെ പള്ളിത്തർക്കത്തെ തുടർന്ന് വ്യക്തികൾ തമ്മിലുള്ള വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി സ്വദേശിയുടെ പേരിലുള്ള ഭീഷണിക്കത്താണ് BJP അധ്യക്ഷന് ലഭിച്ചത്. എന്നാൽ ഭീഷണിക്കത്തുമായി ഒരു ബന്ധവുമില്ലെന്ന് കൊച്ചി സ്വദേശിയും കുടുംബവും വ്യക്തമാക്കി. കൈയക്ഷരം പരിശോധിച്ചപ്പോൾ താനല്ല കത്തയച്ചതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. കത്തയച്ചതെന്ന് കരുതുന്ന ആൾക്ക് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും ഗൃഹനാഥൻ പറഞ്ഞു. കൊച്ചി സ്വദേശിയുടെ പേരിലാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ചാവേറാക്രമണം നടത്തുമെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ കത്തുമായി തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്നാണ് കുടുംബം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിരപരാധിയാണ്. നമുക്കിത് തെളിച്ചെടുത്തേ പറ്റുള്ളൂ. അതിൽ ആരുടെ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ജനങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കള്ളത്തരം നമുക്ക് കണ്ടെത്തി എടുക്കാൻ പറ്റുള്ളൂ. കത്തയച്ചു എന്ന് പറയുന്നയാൾക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് ഗൃഹനാഥനും മകളും പറയുന്നത്. ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ഇവർ തമ്മിൽ കലൂരിലെ ഒരു പള്ളിയിൽ വെച്ച് വാക്കുതർക്കവുമുണ്ടായിരുന്നു. ഈ വാക്ക് തർക്കത്തിനിടയിൽ കത്തയച്ചു എന്ന് പറയുന്നയാൾ ഗൃഹനാഥനെ ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. ഗവൺമെന്റ് മീറ്റിംഗിൽ പുള്ളി ഏത് മീറ്റിങ്ങിലാണെങ്കിലും തർക്കമാണ്. പെണ്ണുങ്ങളായിട്ടായിരിക്കും കൂടുതൽ കണക്കിൻ്റെ കാര്യങ്ങൾ വെച്ച്, മറ്റേ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഈ സ്വഭാവം കൊള്ളൂലുണ്ട്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ നല്ലൊരു രീതിയിൽ നടന്നു തുടങ്ങിയ യൂണിറ്റാണ്. മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞ് യൂണിറ്റേട്ടാ ഇതിന് വിവരം അറിയോട്ടെന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബം നശിപ്പിച്ച് എല്ലാവരും ഇതാക്കിയെടുക്കണമെന്നുള്ളൊരു കത്ത് മാത്രമാണ്. അയാൾക്ക് ഭയങ്കര ഈ പള്ളിക്കാര്യങ്ങളിലും അങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര ശത്രുതയാണ്. നമ്മൾ മാത്രമല്ല, പൊതുവെ എല്ലാവരായിട്ടും നല്ല ശത്രുതയുള്ള ഒരു മനുഷ്യനാണ്. കഴിഞ്ഞയാഴ്ചയാണ് അന്വേഷണവുമായി സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഈ വീട്ടിലെത്തുന്നത്. തുടർന്ന് ഗൃഹനാഥന്റെ കൈയക്ഷരം സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഡയറി എടുത്ത് ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുത്തു. അവർ ഫോട്ടോഷൂട്ട് എടുത്തു. എടുത്തതിന് 2014 ജൂൺ 1 അതിനൊരു വേറെ ആളെ കുറിച്ചൊരു പരാതി യൂണിറ്റിൽ അന്ന് ഞാൻ ലീഡറായിരിക്കുമ്പോൾ എനിക്ക് തന്നതിൻ്റെ കോപ്പി എൻ്റെ ലീപ്പുണ്ടായിരുന്നു. ആ സമയത്തൊന്ന് ഭാഗ്യത്തിനത് കിട്ടി. അത് അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇതുമായിട്ട്. സംഭവത്തിൽ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. പോലീസാണ് അന്വേഷിച്ച് സത്യം കണ്ടെത്തേണ്ടത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രിക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണിയും സുരക്ഷാ പദ്ധതി വ്യക്തമാക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർച്ചയും സംസ്ഥാന സർക്കാരിനെതിരെ ആയുധമാക്കി BJP. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നാണ് വിമർശനം. എന്നാൽ എവിടെ നിന്ന് കത്ത് കിട്ടിയെന്ന് അത് കിട്ടിയവർ തന്നെ പറയട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. വ്യക്തിവിരോധത്തിന്റെ പേരിലുള്ള വ്യാജ ഭീഷണിയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായതെന്ന് വ്യക്തമായെങ്കിലും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് BJP കാണുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്കപ്പുറം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടക്കമിടുമെന്ന് BJP വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും എക്കാലവും BJP അകറ്റി നിർത്തിയ ക്രൈസ്തവ സഭയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഇതിൽ ആശങ്ക പൂണ്ട് CPM സർക്കാർ കേന്ദ്രങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണിതെന്നാണ് BJPയുടെ ആരോപണം. വലിയൊരു ബഹുജന മുന്നേറ്റമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയതിന് പിന്നിൽ പോലീസിന്റെ ബുദ്ധിയാണോ അതല്ല മറ്റാരുടെയെങ്കിലും ബുദ്ധിയാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇത്തരമൊരു കത്ത് പുറത്തു വന്നതിന്റെ ലാഭം ആർക്കെന്ന മറുചോദ്യമാണ് സർക്കാർ കേന്ദ്രങ്ങൾക്ക്. സ്വാഭാവികമായും BJPയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടവർ തന്നെയാകും കത്ത് ചോർത്തിയതെന്നും സർക്കാർ CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എങ്ങനെ കത്ത് ലഭിച്ചുവെന്ന് BJPയും K സുരേന്ദ്രനുമാണ് വ്യക്തമാക്കേണ്ടതെന്നും അവർ പറയുന്നു. അങ്ങനെ പറയുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ കത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും തന്നെയാണ്. അത് എങ്ങനെ ചോർന്നു എന്ന ചോദ്യം ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. അന്വേഷണത്തിലൂടെ കത്ത് ചോർച്ചയ്ക്ക് കാരണക്കാരെ കണ്ടെത്താനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ അവലോകന യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി. റോഡ് ഷോയിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. പോലീസ് പറയുന്നത്ര ആളുകൾ റോഡ് ഷോയിൽ ഉണ്ടാകില്ല എന്ന് BJP നേതൃത്വം അറിയിച്ചു. യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി പോയ ശേഷമേ ആളുകളെ പുറത്തേക്ക് വിടാവൂ എന്ന് പോലീസ് അഭിപ്രായപ്പെട്ടപ്പോൾ ചൂടുകൂടിയ കാലാവസ്ഥയിൽ ജനങ്ങളെ പിടിച്ചിരുത്താനാകുമോ എന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ ആശങ്ക. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ ചീഫ് സെക്രട്ടറി വിളിച്ച അവലോകന യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ഏറ്റവും ഒടുവിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം എന്തൊക്കെയാണ്? പ്രോട്ടോകോൾ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള യോഗമാണ് ചേർന്നത്. 2 അവലോകന യോഗമാണ് ഇങ്ങനെ VVIPമാരുടെ സന്ദർശനത്തിന് മുമ്പ് സാധാരണ നിലയിൽ ചേരുന്നത്. ഇത് 2ാമത്തെ യോഗമാണ്. ചീഫ് സെക്രട്ടറിയാണ് അവലോകന യോഗം വിളിച്ചത്. ലോ ആൻഡ് ഓർഡർ DGP ഉണ്ടായിരുന്നു, ലോ ആൻഡ് ഓർഡർ ADGP, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർമാർ, BJP നേതൃത്വം, അതായത് സംഘാടനത്തിന്റെ നേതൃത്വം എന്ന നിലയ്ക്കാണ് K സുരേന്ദ്രൻ ഉൾപ്പെടെ ഓൺലൈനായാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനമായും ഇതിന്റെ ഒരു സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായത്. പ്രധാനമന്ത്രി വരുമ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാരണം ഇന്നത്തെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേർന്നത്. വലിയ തോതിൽ ആൾ കൂടാതെ ഒരു ശ്രമം, അത് റോഡ് ഷോയ്ക്ക് പോലീസ് പറയുന്നത്ര ആൾ ഉണ്ടാകില്ല എന്നാണ് BJP നേതൃത്വം അറിയിച്ചത്. അതോടൊപ്പം പോലീസ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി യുവം പരിപാടി കഴിഞ്ഞ് പോയ ശേഷം മാത്രം അവിടെ തടിച്ചുകൂടുന്ന ആളുകളെ പുറത്തേക്ക് വിടാനുള്ള തീരുമാനം. അത് ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ അങ്ങനെ ആളുകളെ ഒരുപാട് സമയം പുറത്തു പോകാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരെ പിടിച്ചിരുത്താൻ കഴിയുമോ എന്നൊരു ആശങ്കയാണ് BJP നേതൃത്വം ചോദിച്ചത്. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുടെ പാത, അദ്ദേഹം സഞ്ചരിക്കുന്ന പാത ഒഴിവാക്കി മറ്റിടങ്ങളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരം, ഈ നിലയ്ക്കാണ് BJPയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ SPGയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതുകൂടി പോലീസിന് പാലിക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ചേരുന്ന യോഗമാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നത്തെ യോഗം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് സുരക്ഷ കർശനമായി പാലിക്കണം എന്ന നിലപാടിൽ പോലീസും അതിനോട് സഹകരിക്കുന്ന നിലപാടിൽ BJP നേതൃത്വവുമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഉള്ളത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയക്രമമായി. രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്നും തിരിക്കുന്ന ട്രെയിൻ 2064 എന്ന നമ്പറുള്ള വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:25 കാസർഗോഡ് എത്തും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നമ്പർ 20633 എന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങി രാത്രി 10:35 തിരുവനന്തപുരത്തെത്തും. റണ്ണിംഗ് ടൈം 8 മണിക്കൂർ 5 മിനിറ്റാണ്. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകുമ്പോഴും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോഴും സ്വാഭാവികമായിട്ടും എവിടെയും ഒരു വണ്ടിയും പിടിച്ചിടുന്നില്ല. ഒരു തീവണ്ടിയിലെയും യാത്രക്കാർക്ക് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് സുഖകരമായ സുരക്ഷിതമായ ഏറ്റവും വേഗതയിലുള്ള യാത്ര വന്ദേ ഭാരത് എക്സ്പ്രസ് ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവരങ്ങളുമായി നന്ദകുമാറാണ് ചേരുന്നത്. നന്ദൻ, ഈ ടൈമിംഗ് സംബന്ധിച്ച് വലിയ താല്പര്യമുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക്, എങ്കിലും ഈ സൗകര്യപ്രദമായിട്ടുള്ള ടൈമിംഗ് ആയിട്ടാണോ ജനങ്ങളുടെ ഒരു പ്രതികരണം?
തീർച്ചയായും എഴുതുമ്പോൾ കാരണം രാവിലെ ആരംഭിക്കുന്ന ഈ ഒരു ട്രെയിൻ 8 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് എത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റെയിൽവേ അതിന്റെ ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ടൈം ടേബിൾ ഇതിന്റെ സമയം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ഫെയർ അടക്കമുള്ള കാര്യങ്ങൾ, തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഔദ്യോഗികമായി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സമയം എന്തായാലും ജനങ്ങളുടെ ഒക്കെ തന്നെ ഒരു ആവശ്യപ്രകാരം, അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി അസോസിയേഷൻ കമ്മിറ്റിയുടെ ഒക്കെ തന്നെ ആവശ്യപ്രകാരമുള്ള ഒരു സമയം നേരത്തെ ട്രയൽ റൺ നടത്തിയ സമയത്തേക്കാൾ ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ സമയമാണ് ഇപ്പോൾ വന്ദേ ഭാരതിന്റെ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യ ട്രയൽ റൺ നടത്തിയപ്പോൾ 5:10 തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തിരിച്ചത്. പക്ഷേ അതിനുശേഷം രണ്ടാം ട്രയൽ റൺ എത്തിയപ്പോൾ അത് 5:20 മാറി. അങ്ങനെ ആ 5:20 സമയമാണ് ഇപ്പോൾ ഔദ്യോഗികമായി വന്ദേ ഭാരത് എക്സ്പ്രസിനെ ഇപ്പോൾ റെയിൽവേ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന ട്രെയിൻ ഏകദേശം 47 മിനിറ്റ് കൊണ്ടാണ് കൊല്ലത്തെത്തുന്നതായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ട്രയൽ റൺ നടത്തിയപ്പോഴൊക്കെ തന്നെ 50 മിനിറ്റ് എടുത്ത് ആണ് കൊല്ലത്തെത്തിയത്. എന്തായാലും 47 മിനിറ്റ് കൊണ്ട് കൊല്ലത്തെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് കോട്ടയത്തും 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് എറണാകുളത്തും എത്തും. തൃശൂരിൽ 4 മണിക്കൂർ 2 മിനിറ്റ് കൊണ്ടും ഷൊർണൂറിൽ 4 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടുമാണ് എത്തുക. കോഴിക്കോട് 5 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ടും കണ്ണൂരിൽ 6 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ടും കാസർഗോഡ് 8 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ടും എത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരൂരിലെ സ്റ്റോപ്പ് ഒഴിവാക്കി ഇപ്പോൾ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. കാരണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം വന്ദേ ഭാരത് എക്സ്പ്രസിൽ കൂടുതൽ യാത്രക്കാർ കയറണമെന്നൊരു ആവശ്യം അത് റെയിൽവേക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷൊർണൂരിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒക്കെ അടങ്ങുന്ന ആ ഒരു ഷൊർണൂർ ഡിവിഷനിലേക്ക് ഈ ഒരു സ്റ്റോപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ഒരു ആവശ്യവും നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരൂരിലെ സ്റ്റോപ്പ് ഒഴിവാക്കി ഇപ്പോൾ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ആഴ്ചയിൽ 6 ദിവസമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല എന്നും ഈ ഒരു ഷെഡ്യൂളിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എൽദോ. ശരി നന്ദകുമാർ. കൊച്ചി വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. മിനിമം നിരക്ക് 20 രൂപയാണ്. ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിന് 20 രൂപ നൽകണം. വൈറ്റില കാക്കനാട് റൂട്ടിന് 30 രൂപയാണ് നിരക്ക്. പരമാവധി ടിക്കറ്റ് നിരക്ക് 40 രൂപയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യാത്രാ പാസുകൾക്ക് ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിവാര പാസിന് 180 രൂപയും പ്രതിമാസ പാസിന് 600 രൂപയും ത്രൈമാസ പാസിന് 1500 രൂപയുമാണ് നിരക്ക്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വാട്ടർ മെട്രോ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. 4 മണി വാർത്തയിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്നും ചെയർമാൻ കെ വി മനോജ് കുമാർ അറിയിച്ചു. അതേസമയം കുഞ്ഞിനെ വാങ്ങിയ യുവതിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുകയാണ്. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ 3 ലക്ഷം രൂപയ്ക്ക് നവജാത ശിശുവിനെ വിറ്റ വിവരം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഇതിനു പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. സംഭവം ഗൗരവമേറിയതെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തിൽ 81 JJ ആക്ട് 81 പ്രകാരമുള്ള കേസെടുക്കണം. അതിനാവശ്യമായ നടപടികൾ മജിസ്ട്രേറ്റ് കോടതിയുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങി ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്തൊക്കെയുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം തന്നെ എല്ലാ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്താനും ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുഞ്ഞിനെ വാങ്ങിയ യുവതിയുടെ മൊഴിയിലുള്ള പൊരുത്തക്കേടുകൾ പോലീസിനെ വലയ്ക്കുന്നുണ്ട്. കുഞ്ഞിന്റെ അമ്മയെ 2 വർഷമായി അറിയാമെന്ന് യുവതി പറയുന്നു. ഇവർ കോവളത്ത് റിസോർട്ടിൽ ജോലി ചെയ്തിരുന്നു എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മയ്ക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ആശുപത്രിയിൽ നൽകിയിരുന്നത് പൊഴിയൂർ സ്വദേശിയായ വ്യക്തിയുടെ പേരിലുള്ള മൊബൈൽ നമ്പറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സിം യുവതി തന്നെ ഉപയോഗിച്ചു എന്നാണ് വിലയിരുത്തൽ. കരിയം ഭാഗത്ത് നേരത്തെ ഫോൺ ഉപയോഗിച്ചതിന്റെ ടവർ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിൽപ്പനയിൽ ഇടനിലക്കാരുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി പ്രഖ്യാപിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവും മുൻ കത്തോലിക്ക കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ VV അഗസ്റ്റിനാണ് പാർട്ടി ചെയർമാൻ. ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനാണ്. BJP സർക്കാരിനോട് എതിർപ്പോ അമിത അനുകമ്പയോ ഇല്ലെന്നും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ആശങ്ക കേന്ദ്രം ഇടപെട്ട് പരിഹരിക്കണമെന്നും പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെറിയ പെരുന്നാൾ ആശംസകൾ.
30 നോമ്പും പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 5 വെള്ളിയാഴ്ചകൾ ലഭിച്ച നോമ്പുകാലത്തിന് ശേഷം വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ ഈദ്ഗാഹുകളിൽ നമസ്കാര ചടങ്ങുകൾക്ക് ശേഷം പരസ്പരം ആശ്ലേഷിച്ചു, സ്നേഹം പങ്കിട്ടു. കൊല്ലത്ത് ഈദ്ഗാഹിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. There are so many things which do not benefit anybody. They disappear from the surface of earth. And what benefits mankind, what benefits living beings, God has promised that it will abide on earth. തിരുവനന്തപുരം പാളയത്ത് VP ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. എലത്തൂർ തീവയ്പടക്കം പരാമർശിച്ച് പെരുന്നാൾ സന്ദേശം. ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ കുറ്റകൃത്യമാണത്. നിരപരാധികളെ കൊന്നുതള്ളുന്ന ചാവേറുകൾക്ക് പോകാനുള്ള ഇടമല്ല പറുദീസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിർദൗസ് നിരപരാധികളെ കൊന്നുതള്ളുന്നവർക്ക് പോകാനുള്ള ഇടമല്ല. അത്തരം പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരല്ല ഇസ്ലാമിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അത് രക്തസാക്ഷിത്വവുമല്ല. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലെ ഈദ്ഗാഹിന് ഷെരീഫ് മേലത്തിൽ നേതൃത്വം നൽകി. മമ്മൂട്ടിയും ദുൽഖറും അടക്കമുള്ളവർ ഇവിടെ നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. അബ്ദുൽ നാസർ മദനി അടക്കമുള്ള നിരപരാധികൾക്ക് നന്മ ലഭിക്കണമെന്ന് മലപ്പുറത്ത് ഈദ് സന്ദേശത്തിൽ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പല പണ്ഡിതന്മാരും സാധാരണകളും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനി അടക്കം ലോകത്തെവിടെയെല്ലാം നിരപരാധികളായി പിടിക്കപ്പെട്ടവർ, അടക്കപ്പെട്ടവർ, പ്രയാസപ്പെടുന്നവർ സർവ്വരും നീ സലാമത്താക്കണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സർവ്വലോകങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, ഇഹപര വിജയം നൽകണേ അല്ലാഹ്. കോഴിക്കോട് കടപ്പുറത്ത് ഈദ്ഗാഹിന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ ടി ആരിഫ് അലി അടക്കം 100 കണക്കിന് വിശ്വാസികളെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കർണാടക. കർണാടകത്തിൽ മുൻ MLA ഉൾപ്പെടെ 2 BJP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. മുൻ MLA വിശ്വനാഥ് പാട്ടീൽ ഹെബാളാണ് കോൺഗ്രസിൽ ചേർന്നത്. ബംഗളൂരുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഓപ്പറേറ്റിംഗ് ബിസിനസ്സുകളിലൂടെ നീളം ശക്തമായ വളർച്ചയാണ് സ്ഥാപനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാർഷിക സംയോജിത വരുമാനം 47% വർദ്ധിച്ച് 7,92,756 കോടി രൂപയിലെത്തി. വാർഷിക ഏകീകൃത ലാഭം 26.2% വർദ്ധിച്ചു. റീറ്റെയിൽ ബിസിനസ്സിലുള്ള വാർഷിക വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ്. ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള വാർഷിക വരുമാനം 1 ലക്ഷം കോടി രൂപ കടന്നു. 5,457 കോടി രൂപയുടെ എണ്ണ വാതക ബിസിനസിന്റെ വാർഷിക ഇബിറ്റ 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു ഷെയറിന് 8 രൂപ ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപഭോക്തൃ സംതൃപ്തിയിലും സേവനത്തിലും നൽകിയ ശ്രദ്ധയാണ് വരുമാന വർധനവിന് കാരണമായതെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒരാളായി റിലയൻസ് ഇൻഡസ്ട്രീസ് തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ജിയോ സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചു. മൊബൈൽ ഫോണുകളിലൂടെയും സ്മാർട്ട് ടിവികളിലൂടെയും ഇന്ത്യയിലെ സ്പോർട്സ് ആസ്വാദന രീതിയെ പരിവർത്തനം ചെയ്യുന്നതിൽ ജിയോ സിനിമ നേതൃത്വം വഹിക്കുന്നുവെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു. ജിയോ സിനിമയുമായി സഹകരിക്കുന്നതിലും ഈ യാത്രയുടെ ഭാഗമാകുന്നതിലും വളരെ സന്തുഷ്ടനാണെന്നും രോഹിത് പറഞ്ഞു. ജിയോ സിനിമയുടെ ടാറ്റ IPL 2023 സൗജന്യ സ്ട്രീമിംഗ് ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. ഏപ്രിൽ 17 ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടിയപ്പോൾ ടാറ്റ IPL മത്സരത്തിലെ ഏറ്റവും ഉയർന്ന വ്യൂ ജിയോ സിനിമ രേഖപ്പെടുത്തി.
2.4 കോടിക്ക് മുകളിലാണ് വ്യൂവർഷിപ്പ് ഉണ്ടായത്. സ്പോൺസർമാരുടെയും പരസ്യദാതാക്കളുടെയും കാര്യത്തിലും ജിയോ സിനിമ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. പ്രമുഖ ആഗോള ഇന്ത്യൻ ബ്രാൻഡുകൾ ജിയോ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ജിയോ സിനിമയ്ക്ക് 23 പ്രധാന സ്പോൺസർമാരാണുള്ളത്. കണ്ണങ്കാലിലെ ക്ഷതമേറ്റ തരുണാസ്തി സന്ധി മാറ്റിവെക്കാതെ തന്നെ പുനഃസ്ഥാപിച്ച അപൂർവ ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ വിജയകരമായി നടന്നു. പ്രമുഖ ഫുട്ട് ആൻഡ് ആംഗിൾ സർജനും ഇന്ത്യൻ ഫുട്ട് ആൻഡ് ആംഗിൾ സൊസൈറ്റി ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ രാജേഷ് സൈമൺ, ആംസ്റ്റർഡാമിലെ ഓർത്തോപീഡിക് റിസർച്ച് സെന്റർ സ്ഥാപകനും മെഡ്രിഡിലെ ഫിഫ മെഡിക്കൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസിലെ വിദഗ്ധനുമായ പ്രൊഫസർ നീക് വാൻ ഡേക്കും ചേർന്നാണ് VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. വാഹനാപകടത്തിൽ കണ്ണങ്കാലിന് ഗുരുതരമായി പരിക്കേറ്റ കൊച്ചി സ്വദേശിയും ഗോവ IIT വിദ്യാർത്ഥിയുമായ 28-കാരനാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ യുവാവിന്റെ കണ്ണങ്കാൽ സന്ധിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കി. സന്ധി മാറ്റിവെക്കൽ ഒഴിവാക്കാൻ സഹായിക്കുന്ന മികച്ച ബദൽ ശസ്ത്രക്രിയയാണിത്. സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എപ്പിസീലർ ഇംപ്ലാന്റ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഈ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.